പ്രതിഷേധവുമായി എൻഡോസൾഫാൻ ദുരിതബാധിതർ വീണ്ടും തെരുവിലേക്ക്. 1031 ദുരിതബാധിതർക്ക് നീതി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ മാസം 27-ന് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തുന്നത്. എൻഡോസൾഫാൻ ദുരിതബാധിതരായ 1031 പേരെ കാസർഗോഡ് പാക്കേജിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി സഹായം അനുവദിക്കാൻ നടപടിയെടുത്തിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. രേഖാമൂലം നമുക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ ഇത്രയും മാസങ്ങളായിട്ടും ഒന്നും ആയില്ല. 2017 പ്രത്യേക മെഡിക്കൽ ക്യാമ്പിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ട 1905 എൻഡോസൾഫാൻ ദുരിതബാധിതരിൽ നിന്നും ഒഴിവാക്കിയ 1031 പേരെ കാസർഗോഡ് പാക്കേജിൽ ഉൾപ്പെടുത്തി സഹായിക്കാമെന്ന് മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചിരുന്നു. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും നടപടിയുണ്ടായില്ല. അതിനിടെ ചികിത്സ ലഭിക്കാതെ പലരും മരിക്കുകയും ചെയ്തു. ഇതോടെയാണ് ദുരിതബാധിതർ വീണ്ടും സമരത്തിലേക്ക് ഇറങ്ങുന്നത്. നമ്മൾ ജൂലൈ 10 നിയമസഭയിൽ പറഞ്ഞതാണ്, പുറത്താക്കപ്പെട്ട 1031 പേരെ തിരിച്ചെടുത്തിരിക്കുന്നു. ഇങ്ങനെ പറഞ്ഞ എൻഡോസൾഫാൻ ദുരിതബാധിതരായ 1031 പേരെ കാസർഗോഡ് പാക്കേജിൻ്റെ പരിധിയിൽ ഉൾപ്പെടുത്തി സഹായം അനുവദിക്കാൻ നടപടിയെടുത്തിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. രേഖാമൂലം നമുക്ക് കിട്ടുകയും ചെയ്തു. പക്ഷേ ഇത്രയും മാസങ്ങളായിട്ടും ഒന്നും ആയില്ല. അതുകൊണ്ട് നമ്മൾ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. വരുന്ന ഫെബ്രുവരി 27-ാം തീയതി കളക്ടറേറ്റിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിട്ടുള്ളത്. അതിലും നമ്മളെ കാണുന്നില്ല. ഞങ്ങൾ അമ്മമാരും മക്കളും സെക്രട്ടേറിയറ്റിലേക്ക് പോകും. 27-ന് കാസർഗോഡ് കളക്ടറേറ്റിലേക്ക് നടത്തുന്ന മാർച്ച് പ്രൊഫസർ വീരാൻകുട്ടി ഉദ്ഘാടനം ചെയ്യും. വിഷയത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെട്ടില്ലെങ്കിൽ സമരം സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് മാറ്റാനാണ് തീരുമാനം. അവിടെ നമുക്ക് ഇതുവരെ ഒരു രേഖാമൂലം ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് അവർ പറയുന്നു. കളക്ടർ പറയുന്നു ഇതുവരെയും. എന്ത് കുട്ടികളെയും കൊണ്ട് പോകണമെങ്കിലും അവിടെ സമരം, കുത്തിരിപ്പ് സമരമോ എന്ത് സമരമായാലും നമ്മ ഇനി ഒന്നും ചിന്തയില്ല നമുക്ക് ഇനി. കാരണം എന്തെന്ന് ഒരു എൻ്റെ എന്ന് പറയില്ലേ, അതാവണം. ക്ഷമിക്കുന്നതിന് ഒരു അതിനുണ്ട് എന്ന് പറയില്ല. അങ്ങനെ ഒരു സിറ്റുവേഷനിലേക്ക് എത്തിയപ്പോൾ 2 വർഷത്തിലേറെയായി സെൽ യോഗം ചേരാത്തതിനാൽ നേരത്തെ പട്ടികയിൽ ഉൾപ്പെട്ടവർക്കും ആനുകൂല്യങ്ങൾ ലഭ്യമാകുന്നില്ല. ന്യൂസ് മലയാളം, കാസർഗോഡ്.